Radio Lime News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. പ്രവാസികളെ വഞ്ചിക്കുന്ന സൗഹൃദങ്ങൾ, പാഴ്സലുകളിൽ പതിയിരിക്കുന്ന ചതി. UK മലയാളി രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രം. സ്കൂൾ അവധിക്കാലം പ്രമാണിച്ച് നിരവധി UK മലയാളികൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. സെപ്റ്റംബർ ആദ്യ വാരത്തിലാണ് സ്കൂൾ തുറക്കുന്നത്. അത് പ്രമാണിച്ച് ഇവരിൽ പലരും അവധി കഴിഞ്ഞ് UKയിൽ തിരികെ എത്തിയും തുടങ്ങി. അത്തരത്തിലെത്തിയ പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു മലയാളി കുടുംബത്തിനുണ്ടായ അനുഭവം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാവുകയാണ്. ഒപ്പം പ്രവാസി മലയാളികൾക്ക് ഒരു മുന്നറിയിപ്പും കൂടി. അവധി കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം UKയിൽ തിരികെ എത്തിയ ലണ്ടനിലെ ഹെഡ്ഫോർഡ് ഷെയറിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിനുണ്ടായ അനുഭവം ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. UKയിൽ തന്നെയുള്ള അവരുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിന്റെ ആവശ്യപ്രകാരം നാട്ടിൽ വെച്ച് കൈമാറിയ പാഴ്സലിൽ ആയുർവേദ മരുന്നുകളും എണ്ണയുമാണെന്നാണ് പറഞ്ഞിരുന്നത്. എണ്ണയും മറ്റു സാധനങ്ങളും ദ്രാവക രൂപത്തിലായതിനാൽ നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് കൊടുക്കുന്നതെന്നും അറിയിച്ചിരുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലുള്ള യാത്രാമധ്യേ പാഴ്സൽ തുറന്നു പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് നിരോധിച്ച ഹാൻഡ്സ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളായിരുന്നു. ഒരുപക്ഷെ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ 2 മക്കളുമായി UKയിലേക്ക് തിരിച്ച കുടുംബത്തിന്റെ യാത്ര മുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടാകുമായിരുന്നു. അതുമാത്രമല്ല, നിയമ നടപടികളും നേരിടേണ്ടി വരും. സംഭവത്തെക്കുറിച്ച് UKയിലെ നിരവധി മലയാളികൾ വ്ലോഗുകളും മറ്റും ചെയ്തപ്പോഴാണ് മിക്കവരും സംഭവത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടത്. അത്തരം അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പാഴ്സലുകൾ ആരു തന്നുവിട്ടാലും അത് തുറന്നു നോക്കുന്നത് നല്ലതാണെന്ന് പ്രവാസികളെ ഒരിക്കൽ കൂടി അനുഭവസ്ഥർ ഓർമ്മപ്പെടുത്തുകയാണ്. ആയുർവേദ മരുന്നുകളും എണ്ണകളും മറ്റും സ്വന്തം ആവശ്യത്തിനായി കൊണ്ടുപോകുമ്പോൾ പോലും കൃത്യമായ ബില്ലുകൾ സൂക്ഷിക്കുവാൻ മറക്കരുത്. ആയുർവേദ പൊടികളുടെയും എണ്ണയുടെയും മറ്റ് നിരോധിത വസ്തുക്കളാണെന്ന് തെറ്റിദ്ധരിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകുന്നു അനുഭവസ്ഥരുടെ വെളിപ്പെടുത്തലുകൾ. നഴ്സുമാർക്ക് വിദേശത്ത് വൻ അവസരം. ഇഷ്ടമുള്ള രാജ്യം തിരഞ്ഞെടുക്കാം. ഈ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിദേശ രാജ്യങ്ങളിലെ ആരോഗ്യ മേഖലയിൽ വിവിധ സ്പെഷ്യാലിറ്റികളിലെ നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് അവസരമൊരുക്കുന്ന നോർക്ക റൂട്ട്സ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. നഴ്സിംഗിൽ ഡിപ്ലോമ, ബിരുദം, പോസ്റ്റ് BSc വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി അറിയിച്ചു. നിലവിൽ ജർമ്മനി, UK, കാനഡ, സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയം, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കാണ് നോർക്ക റിക്രൂട്ട്മെന്റുകൾ. UKയിലെ എയർപോർട്ടുകളിൽ പ്രമേഹ ബാധിതരെ പരിഗണിക്കുന്നത് ക്രിമിനൽസിനെ പോലെ മനുഷ്യത്വരഹിതമെന്നാണ് വിമർശനം. UKയിലെ എയർപോർട്ടുകളിൽ ടൈപ്പ് 1 പ്രമേഹമുള്ള രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പ്രമേഹ ബാധിതരുടെ സുരക്ഷാ പരിശോധന കടുത്തതാണെന്ന ആക്ഷേപമാണ് നിരവധി പേർ പങ്കുവച്ചിരിക്കുന്നത്. ടൈപ്പ് 1 പ്രമേഹ രോഗികൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിർണ്ണയിക്കുന്നതിനും അതനുസരിച്ച് ഇൻസുലിൻ കുത്തിവെക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇപ്പോൾ സുരക്ഷാ പരിശോധനയിൽ വില്ലനാകുന്നത്. രോഗികളും ഇൻസുലിൻ പമ്പും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ട്രാക്ക് ചെയ്യുന്ന സെൻസറും ധരിക്കുന്നുണ്ട്. എയർപോർട്ടിലെ എക്സ്റേ സ്കാനറുകൾ ഈ ഉപകരണങ്ങളെ അപകടമുണ്ടാക്കുന്ന വസ്തുക്കളായി തെറ്റിദ്ധരിക്കുന്ന നിരവധി അവസരങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഇത്തരം രോഗികൾ ഇൻസുലിൻ പമ്പ് ധരിച്ചിട്ടുണ്ടോ എന്ന വിവരം പറയുമ്പോൾ അവരെ സ്കാനർ മെഷീനിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും മെഡിക്കൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും സെക്യൂരിറ്റി ഗാർഡുകൾ എക്സ്റേ സെക്ഷനിലൂടെ കടന്നു പോകുവാൻ നിർബന്ധിച്ചതായി സഫോക്കിലെ ലോസ്റ്റോഫിൽ നിന്നുള്ള ഒരു അമ്മ പരാതിപ്പെട്ടതായി BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. ഔപചാരികമായ പരാതികളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ലണ്ടൻ സ്റ്റാൻസ്റ്റഡ് എയർപോർട്ട് അറിയിച്ചു. മെഡിക്കൽ അല്ലെങ്കിൽ നോൺ മെഡിക്കൽ കാരണങ്ങളാൽ ബോഡി സ്കാനർ ഒഴിവാക്കുവാൻ യാത്രക്കാർക്ക് എല്ലായ്പ്പോഴും അവകാശമുണ്ട്. എന്നാൽ ഇത്തരക്കാർ സുരക്ഷാ ജീവനക്കാരുടെ നേരിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാകണമെന്നാണ് ഇതിനെക്കുറിച്ച് എയർപോർട്ട് അതോറിറ്റി വിശദീകരിച്ചത്. ഇനി നാട്ടിലെ വാർത്തകൾ. രാജ്യത്തിനാവശ്യം മതേതര സിവിൽ സ്ക്വാഡ്. ഇത് സുവർണ കാലഘട്ടം, അവസരം പ്രയോജനപ്പെടുത്തണം. രാജ്യം 78ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ നിറവിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിലെത്തി പതാക ഉയർത്തി. തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തു. വികസിത ഭാരതം അറ്റ് 2047 എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രമേയം. 6000 പേർ പ്രത്യേക അതിഥികളായി ചടങ്ങിൽ പങ്കെടുത്തു. യുവാക്കളും വിദ്യാർത്ഥികളും ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരും കർഷകരും സ്ത്രീകളുമെല്ലാം പ്രത്യേക അതിഥികളുടെ കൂട്ടത്തിലുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചവരും ചടങ്ങിനെത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, സഹമന്ത്രി സഞ്ജയ് സേത്ത്, സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ VR, നാവികസേനാ മേധാവി
അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ VR ചൗധരി എന്നിവർ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കുവാൻ രാജ്യത്തിനാകുന്നില്ല, ഇടപെടലുകൾ വേണം. വയനാട് ദുരന്തത്തെ അനുസ്മരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗം. പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കുവാനും ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുവാനും അവയ്ക്കെതിരെ പ്രതിരോധം തീർക്കുവാനും രാജ്യത്തിന് കഴിയുന്നില്ല എന്നത് ചിന്തിപ്പിക്കുന്ന വിഷയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൊതുവായ മുന്നറിയിപ്പുകളല്ല, കൃത്യമായ പ്രവചനങ്ങളാണ് ദുരന്തത്തെ പ്രതിരോധിക്കുവാൻ ഉപകരിക്കുക എന്നത് ലോകത്താകെയുള്ള പല അനുഭവങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ ഉയരുവാൻ വേണ്ട ഇടപെടലുകൾ നമ്മുടെ രാജ്യത്തും നടത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. എല്ലാ പ്രദേശങ്ങൾക്കും വിഭാഗങ്ങൾക്കും ഭരണനിർവഹണത്തിൽ തുല്യ പങ്കാളിത്തവും വിഭവങ്ങളുടെ മേൽ തുല്യ അവകാശവും ഉറപ്പുവരുത്താതെ പ്രാദേശികമായ അസന്തുലിതാവസ്ഥയ്ക്ക് പരിഹാരം കാണുവാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വെള്ളാർമല സ്കൂളിന് സമീപം പണം കണ്ടെത്തി. 4 ലക്ഷം രൂപയാണ് കണ്ടെത്തിയത്. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ നടത്തിയ തിരച്ചിലിൽ പണം കണ്ടെത്തിയിരിക്കുകയാണ്. 4 ലക്ഷം രൂപയാണ് ഫയർഫോഴ്സ് കണ്ടെത്തിയത്. വെള്ളാർമല സ്കൂളിന് പിന്നിൽ നടത്തിയ തിരച്ചിലിലാണ് പണം ലഭിച്ചത്. 500 രൂപയുടെ 7ഉം 100 രൂപയുടെ 5ഉം കെട്ടുകളാണ് ലഭിച്ചത്. പണം റവന്യൂ വകുപ്പിന് കൈമാറും. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു പണം. മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ 231 പേർ മരിക്കുകയും 128 പേരെ കാണാതാവുകയും ചെയ്ത സാഹചര്യത്തിൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് അർഹമായ ആനുകൂല്യം കാലതാമസം കൂടാതെ ലഭിക്കുന്നതിന് നടപടിക്രമങ്ങളിൽ ഇളവ് വരുത്തി സർക്കാർ ഉത്തരവിറക്കി. ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് അർഹമായ എക്സ്ഗ്രേഷ്യ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനാണിത്. ഇനി കായിക വാർത്തകൾ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് കടുപ്പം. ആദ്യ മത്സരം ഒക്ടോബർ 11 പഞ്ചാബിനെതിരെ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഇത്തവണയും കേരളം കളിക്കുന്നത് ശക്തരായ ടീമുകൾ ഉൾപ്പെട്ട കഠിന ഗ്രൂപ്പിൽ. മധ്യപ്രദേശ്, ബംഗാൾ, കർണാടക, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവരാണ് എലീറ്റ് ഗ്രൂപ്പ് സിയിൽ കേരളത്തിന്റെ എതിരാളികൾ. മുൻ ചാമ്പ്യന്മാരും കഴിഞ്ഞ തവണത്തെ സെമി ഫൈനലിസ്റ്റുകളുമാണ് മധ്യപ്രദേശ്. കർണാടക, ബംഗാൾ, പഞ്ചാബ്, ഹരിയാന എന്നിവരും മുൻ ചാമ്പ്യന്മാരാണ്. ഒക്ടോബർ 11 മുതൽ പഞ്ചാബുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. വേദികൾ തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ സീസണിൽ ഒരു ജയം മാത്രം നേടിയ കേരളം ഗ്രൂപ്പിൽ 4ാം സ്ഥാനക്കാരായാണ് പുറത്തായത്. പുതിയ പരിശീലകന് കീഴിൽ നോക്കൌട്ട് ലക്ഷ്യമിട്ടാണ് ഇത്തവണത്തെ പോരാട്ടം. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 107.89 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio